സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഓർമ്മയായിട്ട് അരനൂറ്റാണ്ട്. 1973 ജനുവരി 19 വെള്ളിയാഴ്ച രാവിലെ മക്കയിലെ പുണ്യഭൂമിയിലായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ മരണം. മത, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിൽ ചാർത്തിയ കയ്യൊപ്പ് ഇന്നും മായാതെ അവശേഷിക്കുന്നു. ഹജ്ജ് കർമ്മത്തിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. സംസ്ഥാനത്ത് മുന്നണി രാഷ്ട്രീയത്തിന്റെ ആസൂത്രകനായിരുന്ന ബാഫഖി തങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുകയും ഒരു കിങ് മേക്കറായി അറിയപ്പെടുകയും ചെയ്തു. 1936 മുതൽ കോൺഗ്രസിനോട് ചേർന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന ബാഫഖി തങ്ങൾ പിന്നീട് പടിപടിയായി മുസ്ലിം ലീഗിന്റെ അത്യുന്നത സ്ഥാനങ്ങളിലെത്തുകയായിരുന്നു. കോഴിക്കോട് സിറ്റി ലീഗിന്റെ പ്രസിഡന്റായി തുടങ്ങി അഖിലേന്ത്യാ അധ്യക്ഷനായിരിക്കെയാണ് അദ്ദേഹം വിടവാങ്ങിയത്. അറേബ്യയിൽ നിന്നെത്തിയ സയ്യിദ് അഹമ്മദ് ബാഫഖിയുടെ സന്താന പരമ്പരയിലെ പ്രമുഖ വ്യാപാരിയായിരുന്ന സയ്യിദ് അബ്ദുൽ ഖാദിർ ബാഫഖി തങ്ങളുടെ മകനായി 1906 ഫെബ്രുവരി 21 പ്രസിദ്ധമായ കൊയിലാണ്ടി സയ്യിദ് കുടുംബത്തിലായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ജനനം. വെളിയങ്കോട് ദർസിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. 12-ാം വയസ്സ് മുതൽ തന്നെ പിതാവിനെ കച്ചവടത്തിൽ സഹായിച്ചു തുടങ്ങി. 26-ാം വയസ്സാകുമ്പോഴേക്കും കോഴിക്കോട് വലിയങ്ങാടിയിലായിരുന്നു ബാഫഖി തങ്ങളുടെ പ്രവർത്തന മേഖല. ആ ചെറിയ പ്രായത്തിനിടയിൽ തന്നെ ഈജിപ്ത്, ബർമ്മ, മലേഷ്യ തുടങ്ങിയ ഒട്ടനവധി രാജ്യങ്ങൾ സന്ദർശിക്കുകയും കച്ചവട ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. രാഷ്ട്രീയത്തിലെ മുന്നണി സംവിധാനത്തെക്കുറിച്ചോ നീക്കുപോക്കുകളെക്കുറിച്ചോ വലിയ ധാരണയില്ലാതിരുന്ന ആ കാലത്ത് മുന്നണി രാഷ്ട്രീയം എന്ന ആശയത്തിന് രൂപം നൽകിയവരിൽ പ്രധാനിയായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കേരളത്തിലെ നിർണായക ശക്തിയാക്കുന്നതിൽ തങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. കേരളത്തിൽ ഇന്ന് കാണുന്ന മദ്രസ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായും തങ്ങൾ അറിയപ്പെടുന്നു. കേരളത്തിലെ ജനാധിപത്യ ഭരണകൂടങ്ങളുടെ അണിയറ ശില്പിയായി വിവിധ മേഖലകളിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പ്രവർത്തിച്ചു. മാറിമറിയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായും കോൺഗ്രസുമായുമൊക്കെ മുന്നണിയുണ്ടാക്കുകയും അതുവഴി മലപ്പുറം ജില്ലാ രൂപീകരണവും മുസ്ലിം ലീഗിന് മന്ത്രിസഭാ പ്രാതിനിധ്യവും മലബാറിലെ വിദ്യാഭ്യാസ മുന്നേറ്റവുമൊക്കെ സാധ്യമാക്കാൻ കഴിഞ്ഞത് തങ്ങളുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ടായിരുന്നു. അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ദറജ ഇനിയും ഉയർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ.